ശക്തിരൂപനും രാമഭക്തനും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാനെ, എന്തിനും ഏതിനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും മുമ്പിൽ വന്നു വീഴുന്ന പാറകളെ നിഷ്പ്രയാസം തട്ടിമാറ്റി മുന്നേറുവാനുമുള്ള കരുത്തും ആരോഗ്യവും ആയുസ്സും സാമ്പത്തികവും ഈ ധനുഷ്കോടിക്ക് നൽകണമേ. ചെയ്യാഞ്ജനേയാ. നീ തുപ്പിയാ? നീ ഉറച്ചാ? പിന്നെന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് കളി? വല്ലത് തടഞ്ഞ? എടാ, അലൻ ഡൊണാൾഡിനെ പോലെ ബൗൾ ചെയ്യാൻ പഠിക്കടാ. മാങ്ങറിയാൻ പഠിച്ചാ പോരാ. ഓ, ഒരു കൊച്ചിൻ തൊണ്ടിക്കർ വന്നേക്കുന്നു. ഒന്ന് ബോള് കാണിച്ചാ. അവന്റെ തലയുടെ അഡ്രസ് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവന് തലച്ചോറത്തിന് കൂടുതലാ. പോയി നോക്കിയാലോ? ആയിക്കോട്ടെ. അയ്യേ, ഇതെന്താ പാറ്റിയാ? ബോധം പോയാ? ആഞ്ഞു പോയോ? ബാ നോക്കാം. നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു. അവന്റെ അവസാനത്തെ ഉറക്കായിരിക്കും. ധനുഷ്കോടി എഴുന്നേൽക്ക് മോനെ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. എന്തൊക്കെയാ കൊണ്ടുവന്നേ നോക്കിയേ. നോക്കിയിരിക്കാൻ വിളിക്ക് കാണിച്ചാ. ധനുഷേ, ഇവന്റെ പേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്? എന്തിനാ? 3 മാസത്തെ വാടക കിട്ടാൻ. ഓ, വാടക. നോക്ക് നോക്ക്. ഇവിടെ ഇവിടെ കാണും. തലാണോട് അടി നോക്കണ. തലാണ് ഇവിടെ ഇല്ല. ഓ, അതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കി. ചെക്ക അല്ല, കത്ത. ഓ, എനിക്കുള്ളതല്ല. പിന്നെ ചാണ്ടിച്ചനുള്ളതാ. മോനൊന്ന് വായിച്ചത്. പോടാ തെണ്ടിന്ന്. തപ്പൻ. അത് തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതവന് നെഞ്ചത്ത് വെക്കി. നോക്കട്ടെ. നമ്മൾ പറയുന്നത് ഇവൻ കേൾക്കുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? അത് ശരി. ബോധമില്ലെന്ന് തോന്നുന്നു. അതവന് പണ്ടേയില്ല. നീ പോയിട്ട് വെള്ളം എടുത്തിട്ട് വന്നേ. നമുക്ക് താഴെ പോയി ബൂസ്റ്റ് കുടിച്ചാ പോരെ? ബൂസ്റ്റ്? യെസ്, ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. എടാ, കുടിക്കാനല്ല, ഇവന്റെ മുഖത്ത് തളിക്കാനാണ്. ചാണ്ടിച്ച ഒരു വീക്ക് വെച്ചു ഞാൻ കാര്യം പറയുമ്പോ വ്യക്തമായിട്ട് പറയണം കേട്ടോ. വെള്ളപ്പാത്രം എവിടെയാ? ഇതിനകത്തുണ്ട്. ഇല്ല, ശകലം വെള്ളം. ഇവന് വെള്ളം കുടിയൊന്നും ഇല്ലേ? കല്ലാസ് വാറ്റിയത്തിന്റെ പരിപാടി. മണ്ണെണ്ണ ഇവനെന്റെയൊക്കെ ആവശ്യം. എന്താണ് ഒരു മണ്ണെണ്ണയുടെ മണം? മണ്ണെണ്ണയുടെ മണമല്ല, മണ്ണെണ്ണ തന്നെ. ബോധമില്ലാതെ കിടക്കുന്നവന് മണ്ണെണ്ണ അല്ല, ആസിഡായാലല്ല. മണ്ണെണ്ണ വീണിട്ട് എഴുന്നേൽക്കുന്നില്ല. കാറ്റ് പോയാ ക്ലീൻ ഔട്ട്. ചാടിച്ചിന്റെ തീപ്പെട്ടി ഉണ്ടോ? എന്തിനാ? എന്തായാലും മണ്ണെണ്ണ ഒഴിച്ച് തിരിക്ക്. ഇപ്പൊ തന്നെ അങ്ങോട്ട് കത്തിച്ചാലോ? ഇപ്പൊ കത്തിക്കണ്ട. 3 മാസത്തെ വാടക കിട്ടാണ്ട്. ഇവന് ബന്ധുക്കൾ ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്. ഇവൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാഡം മല്ലേശ്വരിയെ കണ്ട് രാവിലെ 9:30 ധനുഷ് മരിച്ചെന്നും ബോഡി 4 ഉപ്പിന് എടുക്കുന്നു പറഞ്ഞേക്ക്. ആരോട്? മല്ലേശ്വരിയോട്. മല്ലേശ്വരി, മാഡം മാഡം, ഞാൻ ചത്തിട്ടില്ല, ഞാൻ ചത്തിട്ടില്ല. ഓർപ്പിക്കല്ലേ, വാടക തന്നില്ല കൊല്ലും. ഒരു ഗ്ലാസ് മണ്ണെണ്ണ വേസ്റ്റ്. അയ്യോ അയ്യോ, ഇവിടെ തന്നെയുണ്ട്. മണി 9, എന്റെ ജോലി. അയ്യോ, ഒച്ചാപ്പി മണി 9, സ്കൂളിൽ പോകണ്ടേ? ഓ മൈ സച്ചിൻ, ഡ്രോപ്പായി പോയി.
മാറിയില്ല. വെറുതെ ഇരിക്കണ പറഞ്ഞ. അപ്പു വസ്തുതയില്ലാണ്ട് വായിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ? ഇവിടെ അച്ഛൻ ഭാസ്കർമാരാര് മഞ്ഞുകാലം തുടങ്ങിയ പിന്നെ അറിയില്ലേ, വെളുപ്പിനെ എണീക്കുന്നതിന് ലേശം ബുദ്ധിമുട്ടാ, മുട്ട് മടങ്ങില്ലേ വാദ. മകരമാസം മുഴുവൻ നീയാ ഇടയ്ക്കല്ലേ? പൈതൃകമായി കിട്ടിയ സിദ്ധിയല്ലേ കീഴ്ശാന്തി? ഈ അവതാണോ ഭേഷായി? അല്ലെങ്കിലും കമ്മിറ്റിക്കാരെ എന്നെ കൂടി നിയമിച്ചതില് കീഴ്ശാന്തിക്ക് ലേശം നീരസം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിക്കണത് പുറത്ത് കേൾക്കണുണ്ട്. കീഴ്ശാന്തി പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് പിറുപിറുക്കുന്നത് യഥാർത്ഥ മന്ത്രമാണെന്ന് ആർക്കറിയാം? ശുംഭൻ സംസാരത്തിൽ കൂടുണ്ട്. വേണ്ട കേട്ടോ, നിന്റെ അച്ഛൻ ഭാസ്കരമാരാര് പോലും എന്നോട് തകുത്രം പറയാറില്ല. മനസ്സിലായോ നിനക്ക്? ചന്ദനം തീർന്നു. ആ ചന്ദനമുട്ടി എടുത്തിട്ട് അരയ്ക്കുക. അതെന്റെ പണിയല്ല. ചന്ദനം തീർന്നെങ്കിൽ വേണ്ട. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ വെള്ളക്കയല്ലേ അരച്ചു കൊടുക്കണത്, അത് ഇവിടെ ആകാം. ഭക്ഷണം തർക്കുത്തരേ പറയൂ. നിന്റെ സഹായം വേണ്ട, ഞാൻ അരച്ചോളാം. അങ്ങനെ മാറുക. തിരുമേനി, ചന്ദനം ഞാൻ അരച്ചു തരാം. വേണ്ട, പുലർച്ചെ തന്നെ അപ്പോട്ടിനിങ്ങ് എത്തിയല്ലോ. സൂര്യൻ ഉദിച്ചില്ലെങ്കിലും അപ്പു ഉണരും. തിരുമേനി നട തുറന്നില്ലെങ്കിലും അപ്പു അമ്പലത്തിലുണ്ടാവും. അനിയൻകുട്ടി ഡോക്ടർ ആയില്ലേ? അമ്മ പറഞ്ഞു. പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. അനിയൻകുട്ടി ഇന്നോ നാളെയോ വരണുണ്ട്. ഓ, അപ്പോഴേക്കും തിരുമേനിക്ക് നല്ലൊരു സൂക്കേട് വരട്ടെ, അവൻ ഭേദമാക്കി തരും. കീഴ്ശാന്തി അല്ലാണ്ട് ആരെങ്കിലും ഇവനോട് വർത്താനം പറയോ? അപ്പു അതോട് വയ്ക്കൂ, എന്റെ വയറ്റിപ്പഴപ്പാണ്. ഇതുകൊണ്ട് ഞാനൊരു വേല കാണിച്ചുതരാം. അപ്പു പറയണ കേക്കൂ, ഈ ഇടയ്ക്ക് കേട്ട വേണ്ട എത്ര പ്രിയം. അപ്പു അപ്പു ഇങ്ങ് തരാനാ പറഞ്ഞേ. തരില്ല. അതങ്ങ് കൊടുക്ക. പറയണ കേക്കൂ അപ്പു. എന്താ ഒരു അച്ഛൻ എന്താ കീഴ്ശാന്തി ഇത്? അപ്പു അവിടെ നിക്ക. നിക്കില്ല. അപ്പു പുറകെ വരണ്ട. ഇല്ല, തരില്ല. പുറകെ വന്നാലും പൊട്ടിച്ച് പുഴലെറിയും. അപ്പു രാവിലെ ഇങ്ങനെ പത്രം മാത്രം വായിച്ചിരുന്നാ മതിയോ? നേരെ പറമ്പിലെ മാധവമേനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? മറന്നിട്ടല്ലടോ, ചന്ദ്രൻ നിന്ന് വരും, അവൻ വന്നിട്ടിറങ്ങാമെന്ന് വെച്ചിട്ടാ. അപ്പൊ പഠിപ്പെല്ലാം പൂർത്തിയായോ? ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാ പറയണേ. അപ്പുണ്ടച്ചാ, അപ്പുണ്ടച്ചാ, അപ്പുണ്ടച്ചാ. ഇവിടെ ഇവിടെ. ഓ അവിടെയാണോ? ഞാൻ കണ്ടില്ല. എന്താണ് വിട്ടുപോകുന്നത്? എന്താ? അപ്പുണ്ടച്ചാ, നശിപ്പിച്ചു. ഇപ്പൊ പൂർണ്ണമായും നശിച്ചിട്ടുണ്ടാവും. നശിപ്പിച്ചോ? എന്റെ ഇടയ്ക്കും തട്ടിപ്പറിച്ചോണ്ട് അപ്പു ഓടി. പുറകെ ഞാനും ഓടി. പുറകെ ചെന്നാ ഇടയ്ക്ക പൊട്ടിച്ച് പുഴയിലെറിയൂന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞോടി. അതിന് തിരിഞ്ഞോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തിരിഞ്ഞോടാണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒതുക്കത്തി പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഒതുക്കത്തി പറഞ്ഞു വാങ്ങാൻ ആളെ കിട്ടില്ല. പിള്ളേരച്ച ശാസിച്ച് വളർത്തണം. ഞാനൊന്ന് ഉപദേശിക്കാ വെച്ചാല് നിങ്ങൾ എന്നെ മേക്കിട്ട് കയറുമല്ലോ. ഉപദേശിച്ചു. എട്ടും പൊട്ടും തിരിയാത്തവനെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് അവൻ എവിടെ? ഹനുമാൻ പറയുടെ നെറുകെ കയറിയുന്നതേ ഈ അടി വീശി അടിക്കണ കാറ്റും പോരെങ്കിൽ വഴുക്കലും. എത്ര തവണ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വരണില്ല. ദൈവമേ, ഭാസ്കര താനൊന്ന് ചെല്ലുക. ഞാനോ? ആ ഇപ്പോഴോ? പിന്നല്ലാതെ. മേലാത്ത കാലം കൊണ്ട് മല കയറാൻ പോവാ. വലിഞ്ഞു കയറുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്റെ അമ്മ വന്നൊന്ന് കണ്ടോളൂ അച്ഛാ. പോണം. നല്ല മോൻ. താനൊന്ന് വേഗം ചെല്ലുക. ഓ, എന്താ അമ്മ ഉണ്ടായേ? ആ അസത്തെ ഏതോ മലയമ്മ കയറി നിൽക്കുക അത്രേ. മാരണം. ഓരോ ദിവസം ഓരോ തലവേദന ഉണ്ടാക്കും. ഇത്തിരി വേഗത്തിൽ നടക്കച്ചാ. എനപ്പൊന്ന് പതുക്കെ പോണ. പോവാ. വേദന ഉണ്ടെങ്കിലേ അച്ഛനെ കാലങ്ങോട്ട് മുറിച്ചു കളയൂ. നല്ല രസമായിരിക്കും. നടക്കോച്ചാ. വലിക്കലോ? ബ്രേക്ക് ഇട്ട കാലിനൊന്നും പറ്റില്ല. എന്താ? ചന്ദ്രനായിരുന്നു. സൂര്യനെന്ന് വിചാരിച്ചോ? ഒന്ന് പോണ. അച്ഛനും മകനും കൂടി രാവിലെ ഓട്ടപ്പന്തവാ. ഒന്നും പറയണ്ട എന്നെ ചന്ദ്ര. ഇവന്റെ ഇടയ്ക്ക് വാങ്ങി അപ്പു ഹനുമാൻ പാറയുടെ നെറുകിക്കറി നിൽക്കുക. അതെയോ? ഉവ്വ്. ഇടക്കായ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ദേവസ്വം ഇടക്കാൽ ആശ്വാസം എനിക്ക് തരില്ല. അപ്പോട്ടിന് അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ആരാ ഈ നാട്ടിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുക? ചന്ദ്രൻ അറിയോ എന്തെല്ലാം കൊള്ളരായ്മ അവൻ ചെയ്യണമെന്ന്? അമ്പലത്തിൽ കയറിയ ഇടയ്ക്ക വലിക്കുക, കിണ്ടി എടുത്ത് പുഴയിലെറിയ, തിരുമേനയുടെ പൂണിലുമേ ഞാൻ കളിക്കുക. നല്ല ചുട്ട അടി കൊടുക്കാണ് വേണ്ടത്. ഞാൻ അടി കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. അവിടെ വിളിച്ചോണ്ട് വരാ. അതെ, ഞാൻ വരുന്ന വഴിക്കാ കണ്ട വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇറക്കി.
ആ ഇടയ്ക്ക് അങ്ങ് വാങ്ങി തരുമോ? ഇപ്പൊ അല്പ ദേഷ്യത്തില് ഒതുക്കത്തെ ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് വീട്ടിലെത്തിച്ചോളാം. വാസിക്കാൻ വരുന്നില്ലേ? അപ്പൊ ഞാനോ? എടുക്കുള്ളൂ. അപ്പഴേ ലേശം ഒന്ന് നീങ്ങി. തൊമ്മിച്ചോ, ഏത് ബിറ്റാ ഇടേണ്ടത്? ഉള്ള തുണ്ട് മുഴുവൻ ഇട്ടോ. ബിറ്റ് കണ്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് പടത്തിന്റെ ബിറ്റ് ഇടേ. ഓ ഒരു സായിപ്പ്. പടം ഏതായാലും ബിറ്റ് നന്നായ മതി എന്നാ പ്രമാണം അല്ലേടേ? ഓ പിന്നെ ഒരു കണ്ണ് വേണം. അച്ഛനും അപ്പച്ചനും ചിലപ്പോ കയറി വരും. അവർ രണ്ടൊരു കൂപ്പിലേക്ക് പോയിരിക്കല്ലേ, ഇപ്പഴെങ്ങും ഒത്തൂല്ല. നീ ബിറ്റിടേ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇവറ്റേക്ക് നാണില്ലേ? ഇത് കണ്ടോണ്ടിരിക്കാൻ നിനക്ക് നാണെന്ന് തോന്നുന്നല്ലോ. മര്യാദക്കിരുന്ന് കാണും. നല്ല ഒറിജിനാലിറ്റി, ബെസ്റ്റ്. അതൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടാണ് നാട്ടിലെ സൂര്യനെല്ലിയും ബിദിര കേസും ഒക്കെ ഉണ്ടാവുന്നത്. എന്താ അത് കറക്റ്റാ. കയ്യെടുക്കണ, ശല്യപ്പെടുത്തരുത്. നിന്റെ ആവേശം എന്റെ അടുത്ത് കാണിക്കരുത്. അപ്പച്ചൻ ഇതൊക്കെ കണ്ട ഹാർട്ട് അറ്റാക്ക് വരും. ഇതൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ചങ്കുറപ്പും ഒരു കൺട്രോളും ഒക്കെ വേണം. അടുത്ത പറ്റിടേ. എന്താ ഒരു സ്വകാര്യ സിനിമാ പ്രദർശനം? നീ പറ. പിന്നെ അപ്പച്ച, ഈ കാണാൻ പാടില്ലാത്ത സീനുകൾ വെട്ടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ സിനിമ ഇട്ട് അതെ കാണും. അതെ, ഇങ്ങനെയുള്ള സീനുകൾ കാണിച്ചാൽ നമ്മുടെ തിയേറ്ററിന് മാനക്കറില്ല. നമ്മുടെ വകയായിട്ടൊരു സെൻസറിങ്, റീസെൻസറിങ്. എടാ, ഞാനും നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാ വന്നത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ സെൻസർ ചെയ്ത് കളയും. മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ കൂപ്പുവരെന്ന് വാ. അയ്യോ, ഞാനിന്ന് ഭയങ്കര ബിസിയാ. പഞ്ചായത്ത് ഓഫീസിൽ പോയി ടിക്കറ്റ് സ്വീകരിക്കണം, ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി സ്പെഷ്യൽ പെർമിറ്റ് വാങ്ങണം. അങ്ങനെ 100 കൂട്ടം പണിയുണ്ട്. തൊമ്മിച്ച ഇന്ന് ആ, എന്നാ നീ വാ. ഇതിനേക്കാളൊക്കെ പ്രധാനമാ തിയേറ്ററിന്റെ ലൈസൻസ് പുതുക്കല്. അപ്പൊ ഞാൻ 11 മണിക്ക് കളക്ടറേറ്റിൽ എത്തിക്കോളാന്ന് വാക്ക് കൊടുത്തിരിക്കാം. വേണമെങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ പഞ്ചായത്ത് ഓഫീസിലും ഇലക്ട്രിസിറ്റി ഓഫീസിലും കയറിക്കോളാം. അങ്ങനെ നീ ഇപ്പൊ കയറണ്ട. നീ ആളെ ഇതൊക്കെ തീരുമാനിക്കുന്ന. ഞാൻ പോകാൻ നിങ്ങളാ ടിക്കറ്റ് സീൽ ചെയ്ത് കിട്ടും. ഈ ടിക്കറ്റ് സീൽ ചെയ്യുന്നത് ഏത് കഴുതയ്ക്കും ചെയ്യാൻ പറ്റുന്ന പണിയാ. എന്നാ പിന്നെ നീ പോയി സീൽ ചെയ്യ്. ബാക്കി രണ്ടിടത്ത് ഞാൻ പോയിക്കോളാം. എവിടെ എന്ത് പണിയണമെന്ന് ഞാൻ തീരുമാനിക്കാം. നീ ഇപ്പൊ തീരുമാനിക്കണ്ട. തർക്കമൊന്നും വേണ്ട. നീ ഇന്ന് ഒരു ഓഫീസിൽ പോകണ്ട. നീ ഒരിടത്ത് പോകണ്ട. രണ്ടുപേരും എന്റെ കൂടെ വാ. വാടാ. നീ ഒറ്റ ഒരുത്തല്ലേ വാടാ ഇവിടെ. ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അങ്ങനെ ധാരണയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ കോളേജിലെ കുറുപ്പ് മാഷിനെ ഒന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് നീ അപ്പച്ചന്റെ കൂടെ കൂപ്പൂരെ ഒന്ന് പോയിട്ട്. നീ ബുദ്ധിയുള്ളവനല്ലേ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ എണ്ണയിൽ സോപ്പ് പതയൂല കുട്ടാ. എന്താ രണ്ടുപേരും കൂടെ കുറെ നേരമായിട്ട്? ഒന്നുമില്ല അപ്പച്ച, ഒരു ഡാൽമേഷ്യൻ പട്ടിക്കുട്ടിയും കൊണ്ട് ആ ലോനപ്പൻ ചേട്ടൻ നമ്മുടെ വീട്ടില് ഈ സമയത്ത് വന്നു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാനവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ അവിടെ എന്താ പ്രശ്നം? ആളെ കണ്ടില്ലെങ്കിൽ അങ്ങനെ പട്ടിക്കുട്ടിയായിട്ട് നാളെ വന്ന് കണ്ടോളും അല്ലേ? ഇനി ഇപ്പൊ അവൻ വന്നില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ, തൽക്കാലം ഒരു അൽസേഷനും ഒരു നാടനും വീട്ടിലില്ലേ? ഒരു അൽസേഷൻ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടില്. ആ, നിന്റെ കാര്യമൊക്കെ മറന്നുപോയോ? അതെന്താ നീ എപ്പോഴും മറക്കുന്നേ? അപ്പച്ച, ഒരു കാര്യം മറന്നുപോയി. രാവിലെ പ്രഷറിനുള്ള ഗുളിക വാങ്ങിക്കൊണ്ടുവരണമെന്ന് അമ്മച്ചി എന്നെ പ്രത്യേകം ഓർമ്മിപ്പിച്ച് വിട്ടതാ. സമയത്ത് ഗുളിക കഴിക്കാതെ അമ്മച്ചി തലയിറങ്ങി വല്ലതും വേണ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അമ്മച്ചിക്കുള്ള ഗുളിക ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. അമ്മച്ചി കഴിക്കേണ്ട ഗുളിക ഏതെന്ന് നിനക്കറിയോ? ഗുളികയുടെ പേര് പറഞ്ഞാൽ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഒരു ഗുളിക എന്നെ പല കമ്പനിക്കാർ പല പേരിൽ ഇറക്കുന്നുണ്ട്. പരസ്പരം ഗുളിക മാറിപ്പോയാൽ ആര് സമാധാനം പറയും? നീയോ? അങ്ങനെ പരസ്പരം മാറാൻ ഗുളികകൾ എന്താ ഇരട്ട കുട്ടികളോ? രണ്ടുപേരും അതിന്റെ പേര് തർക്കിക്കണ്ട. അവർക്കുള്ള ഗുളിക ഞാൻ ഇന്നലെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഹാവു, സമാധാനമായി. അപ്പൊ ഇനി ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് ജോളി ആയിട്ട് പോയിട്ട് വരാം. അല്ല അപ്പച്ച, രാവിലെ ആ കുക്കിംഗ് ഗ്യാസിന്റെ അടപ്പ് അപ്പച്ചൻ അടച്ചല്ലോ അല്ലേ? ഞാനും ആ, നമ്മൾ ഇറങ്ങാൻ നേരത്ത് അമ്മച്ചി കുളിമുറിയിൽ നിന്ന് ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യിക്കണേ എന്ന് അപ്പച്ചനോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഉള്ളതാണോടാ? പിന്നെ ഞാൻ വ്യക്തമായിട്ട് കേട്ടതല്ലേ. എന്താ
അപ്പച്ചൻ ഓഫ് ചെയ്തില്ലേ? അയ്യോ ഇല്ല. അയ്യോ, അല്ല പേടിക്കാനൊന്നുമില്ല. അമ്മച്ചി ഗ്യാസ് കത്തിക്കാനായിട്ട് തീപ്പെട്ടി ഉരച്ചില്ലേ കുഴപ്പമൊന്നും വരില്ല. ഇനി അബദ്ധത്തിനെങ്ങാനും തീപ്പെട്ടി ഉരച്ചാൽ നമ്മുടെ വീട് കത്തി ചാമ്പലായി വെണ്ണയായി. വണ്ടി നിർത്ത് നിർത്ത്. തിരിച്ച് വീട്ടിലേക്ക് വിട്. വേണ്ട അപ്പച്ച, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, അപ്പച്ചൻ പൊക്കോ. ഞാനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അതാ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വന്നു. നീ പോകണ്ട, അവൻ മാത്രം പോയാ മതി. നീ കൂട്ടി പോയി സീനറി ആസ്വദിക്ക്. പോ. സീനറി ഞാൻ വന്നിട്ട് കാണിച്ചു ആ. തരാം. Come along, my little children. Come on. അമ്മച്ചി എന്താടാ അയ്യോ, എന്താ കാര്യം? എന്റെ അമ്മച്ചി മല പോലെ വന്നത് എലി പോലെ പോയി. സസ്പെൻഷന് പകരം പ്രമോഷൻ കിട്ടുന്ന ലക്ഷണമാണ്. അതെന്താടാ? ഇയോന്റെ അടുത്ത് കളിച്ചാ കളി മാറുന്ന അവന്മാർക്ക് മനസ്സിലായി. ഏതവന്മാർക്ക്? അമ്മച്ചി, ഞാൻ തല്ലിയിട്ടൊരുത്ത് ചത്തുപോയില്ലേ? അവനെന്ന് എസ് പിയുടെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. പല്ലല് പോയിട്ട് ഞാൻ അവനെ തൊട്ടുപോലും ഇല്ലെന്ന് അവൻ എഴുതി കൊടുത്തു. പേടിച്ചു പോയി. അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. ഇല്ലമ്മച്ചി. ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെയോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ടാ. കിടക്കുന്നു എന്റെ ഷാള്. നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേൾക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ അവിടുന്ന്. എന്തോ ഒരു ആലോചന. കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആര്? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണ ആലോചനയാണ്. വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ. മാളൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ. അതെ, ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരോ? അതൊക്കെ സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരയ്ക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയ്. എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ്ടി മുമ്പ് അറിഞ്ഞത്. ഓ, ഈ പിശാചി അക്രമം ചെയ്ത് ഞാൻ പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും ഈ പെണ്ണ് ഇത്രയും വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഓ, വെള്ളമില്ലല്ലേ? വാട്ടർ സപ്ലൈക്കാര് പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ, എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് തന്നെ പോയിരിക്കുന്നത്. ദൈവമേ, എന്തിനുണ്ടോ അത്? വിസ്പനയിൽ വേണ്ടി വരുമോ? ഇതെന്തത്ര നീളം തന്നെ? എന്റെ ഈശ്വര.
അയ്യോ 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 എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ, തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിനുമ്പോ ചവിട്ടി നിർത്തിയില്ലേ? അയ്യോ അഭിനയോ സാറേ, അത് തിരുപ്പണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ എന്തു പറ്റി? ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ ഡ്രൈവർ? അയ്യോ ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെത്താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഏട് ഏവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, ഈ കിണ്ടി വിറ്റെടുത്തോ, രക്ഷിപ്പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവിടെ. ഓ സാർ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെയും എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്, അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടിക്ക് ഒന്നുകൂടെ എടുക്ക്. വലിച്ച് മരിക്ക്. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ടുപോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ. വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകുന്നു. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയലാളിമാര് നാട്ടിലുണ്ട്. വല്ലവന്റെയും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാല കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. ശല്യം വണ്ടി എന്തിനാ വണ്ടിയും കിണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ തെണ്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോയിര്. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും?
മതി. നാളെ മുതൽ 9 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ പോകണം. അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്ക് രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തന്മാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ? എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവെയർ ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പറും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിക്കടാ. എന്റെ ഡാഡിയാണ്. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാറിന്റെ അച്ഛനായില്ലയോ? ആ, ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദയവ് ചെയ്ത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായി ഈ അച്ഛനെ അച്ഛനെ നാണം കെടുത്തുന്നേ? ആ, നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സർ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. മുറിക്കകത്തുനിന്ന് ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ
അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ലേ? ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ. മോനെ മോനെ. ദാ നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ എന്താ കാണാമോ? മോനുണ്ടാവത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ എന്താ ചായ പറയുന്നേ? എന്താ എന്തു പറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തത്. ഹിന്ദി മാസ്റ്ററല്ലേ? ഓ യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ആ തോന്നി. ബ്ലഡിലുള്ളതാണ്. 10 ഗുണം 10 ഗുണം. സാർ, എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ. ആണോ? എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസ്റ്റർ വന്നിരിക്കുന്നു. വേഗം ഒരു പുസ്തകം എടുത്തോണ്ട് വാ. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. You are right, you are right. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം പന്ന സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ചല, ഞാൻ പോകുന്നു. ഐ സി. ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. ഓ അത് ശരി. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഓ അത് ശരി. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ
സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ എനിക്ക് അതാ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അതിനെന്താ, നമുക്ക് അങ്ങോട്ട് പോവാം. പോവാ. ഇവനെ എവിടെ പോയി തപ്പാനാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കളി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് നേരം. ഓ, കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ പെമ്പിള്ളേരെ അളക്കാൻ. ഓരോ വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കും. അവരിന്ന് വരെ നാളെ പോവും. ആ, ഒരു കാര്യം അറിയാനാ, ഹസ്ബൻഡിനൊന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെയും. ആങ്ങളും ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല, 3-ൽ 10 വരുത്ത. ഓക്കെ, കട്ടില് പണിയാൻ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതവൻ തന്നെ. എടാ ഗൗതമ, അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ. അതേടാ, അമ്പി തന്നെ. നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ചെയ്യാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ. അയ്യോ, എന്തുവാടി ഇതൊക്കെ? രക്ഷിക്ക്. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. എന്താ രത്നം, എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ, ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക്. അയാൾ പേടി. സുശീല, ഉടുത്തത് പോയടാ. അജി, എടാ ഒരു തുണി ഇട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. എടാ, ഏതെങ്കിലും തുണി എടുത്തിട്ടാ വിളിച്ചോ. രഘുപതി രാഘവ രാജാ പതിത പാവന സീതാരാം. ഓടിക്കരുത്. പതിത പാവന സീതാരാം. രഘുപതി രാഘവ ഹേ റാം, ഹേ റാം, ഹേ റാം. ഹായ്, കയറൂ. കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ? നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്?
ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി പൊട്ടിത്തവാക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിയിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ആ ഇപ്പൊ കണ്ട്. ഓ സമ്മതിച്ച്. നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ലേ. എനിക്ക് വേണ്ടി ഞാൻ ബാറ്റ് ചെയ്യാം. കളിച്ച് പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ. ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരി. അയ്യോ ബോംബ്.